ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ലിജീഷിൻ്റെ വീട്ടിലെ വയനാട്ടിലെ ഒരു ഡേ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. തനുവന്തും ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. വൈശുത ലിജീഷിൻ്റെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിച്ചണിലേക്ക് പോയി നോക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയോ നോക്കാം. ഇതാ ലിജീഷിൻ്റെ അമ്മയും അമ്മേൻ്റെ ചേച്ചി വെള്ളം കേട്ടോ. അവരിതാ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് കാണാം. ലിജീഷ് ഇതാ ലേറ്റായി എഴുന്നേറ്റ്. അവനത് അടുക്കളയിൽ നിന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. ഫുൾ ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഭയങ്കര സ്നേഹമുള്ള ഫാമിലി കേട്ടോ. എൻ്റെ അമ്മയും അച്ഛനും പെങ്ങന്മാരും അളിയനും എല്ലാവരും അടിപൊളിയായിരുന്നു അവരുടെ ഫാമിലി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഉച്ച സമയമായിട്ടുണ്ട്. ഉച്ചത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളിതാ സ്പെഷ്യലായിട്ട് ഇതാ ചിക്കൻ പൊരിച്ചതുണ്ട്, പിന്നെ പയറ് തോരന്, പുളിയിഞ്ചി, പിന്നെ ചമ്മന്തി, മാങ്ങാച്ചാറ്, പിന്നെ ചൂട് ചോറ്. ഇനി ബാക്കി ഐറ്റംസൊക്കെ എടുത്തുകൊണ്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിതാ ഫുഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ പപ്പടം, വേറെയുള്ള ഐറ്റംസൊക്കെ എടുക്കും. ലിജീഷിൻ്റെ പെങ്ങളാട്ടോ ഫുഡൊക്കെ വിളമ്പി തരുന്നത്. ഞങ്ങൾ കഴിച്ച് തീരാറായപ്പോണ്ട് ലിജീഷ് ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി അവനൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൻ വേഗം ഡ്രസ്സൊക്കെ മാറി വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തീർന്ന് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഉച്ച സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നോക്കുമ്പോണ്ട് അവൻ്റെ റൂമിൽ ലിജീഷിൻ്റെ കുറേ ട്രോഫികൾ ഇരിക്കുന്നത്. എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി ഗൈസ്. അപ്പം രാത്രിയിലെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്ക് ഇതാ ഫുഡ് ലിജീഷ് ഇതാ ഫുഡ് വിളമ്പാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ രാത്രിയിലെ സ്പെഷ്യൽ ഇതാ കപ്പയും നല്ല പാർട്സ് കറിയായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാർട്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇത്ര ടേസ്റ്റുള്ള പാർട്സ് കറി ഞാൻ കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ കറിയെല്ലാം കൊണ്ട് എങ്ങനെ കഴിക്കാൻ അപ്പം ഇതെല്ലാം കഴിച്ച് തീരാനായി പിന്നെ ചിക്കൻ മറന്നുപോയി, പൊരിച്ച ചിക്കൻ മറന്നുപോയി എന്നും പറഞ്ഞ് കൊണ്ടുവയ്ക്കുന്നു കേട്ടോ. അങ്ങനെ ചിക്കനും പിന്നെ ഗോതമ്പ് ദോശയും കപ്പയും ചോറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കപ്പയും പാർട്സ് കറിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ്റെ വീട്ടിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് പിരിഞ്ഞു ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി എൻ്റെ വീട്ടിലേക്ക് പോകണം.